Hi friends, welcome to my channel. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് H2SO4. എന്താണ് സൾഫ്യൂരിക് ആസിഡ്? Sulfuric acid is a chemical of utmost importance in industry. Let us make an idea of the various uses of sulfuric acid by analyzing the number. നമുക്ക് ഇത് കാണുമ്പോൾ അറിയാം സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയിൽ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കേ, മാനുഫാക്ചർ ഓഫ് പെയിന്റ്സ്, നമ്മൾ പെയിന്റിന്റെ നിർമ്മാണങ്ങളിൽ H2SO4 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയാണ് റിഫൈനിങ് ഓഫ് പെട്രോളിയം, പെട്രോളിയത്തിന്റെ റിഫൈനിങ് പ്രോസസ്സിൽ നമ്മൾ H2SO4 യൂസ് ചെയ്യുന്നു. ഫോർ ഡീഹൈഡ്രേഷൻ, മാനുഫാക്ചർ ഓഫ് കെമിക്കൽസ്, മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ്, മാനുഫാക്ചർ ഓഫ് ഫൈബേഴ്സ്, അങ്ങനെ ഇൻഡസ്ട്രിയിൽ പലതരത്തിൽ പല യൂസസ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എങ്ങനെ അറിയപ്പെടുന്നു? കിങ് ഓഫ് കെമിക്കൽസ് എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സൾഫ്യൂരിക് ആസിഡ് ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് ബൈ ദ കോണ്ടാക്ട് പ്രോസസ്. അതായത് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്, അല്ലെങ്കിൽ മലയാളത്തിലാണെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. അതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷന്റെ പേര്, കോണ്ടാക്ട് പ്രോസസ്. Let us examine the different stages in the contact process. ഈ കോണ്ടാക്ട് പ്രോസസ്സിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? സൾഫർ ഈസ് ബേൺ ഇൻ ഓക്സിജൻ ടു പ്രൊഡ്യൂസ് സൾഫർ ഡൈഓക്സൈഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് കോണ്ടാക്ട് പ്രോസസ്സിൻ്റെത്? First step, sulfur is burned with oxygen to get എന്താണ്? സൾഫർ ഡൈഓക്സൈഡ്. സൾഫർ ഓക്സിജനുമായിട്ട് ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? SO2, സൾഫർ ഡൈഓക്സൈഡ് കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? The SO2 is is allowed to combine with oxygen in the presence of vanadium pentoxide as a catalyst to the produce sulfur trioxide. അപ്പോൾ നമുക്കിവിടെ SO2 കിട്ടിയിരിക്കുന്നത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സൾഫർ ട്രൈഓക്സൈഡ് ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ കിട്ടിയ SO2നെ 2SO2 plus O2 gas, reversible gas, 2SO3. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ്. ഏതാണ് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്? വനേഡിയം പെന്റോക്സൈഡ്, V2O5. ഇങ്ങനെ അവിടെ എത്രയാണ് നമ്മുടെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഉണ്ട്? 450 ഡിഗ്രി സെൽഷ്യസിൽ. അതായത് 2SO2 plus O2 gas 2SO3 at 450 ഡിഗ്രി സെൽഷ്യസിൽ വനേഡിയം പെന്റോക്സൈഡ് ആസ് എ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 2SO3 ഫോം ചെയ്യിപ്പിക്കുന്നു. ഈ അടുത്ത എന്താണ്? SO3 is now dissolved in concentrated sulfuric acid. ഇനി നമ്മൾ ഇപ്പൊ കിട്ടിയ SO3യെ എവിടെ ലയിപ്പിക്കുന്നു? കോൺസെൻട്രേറ്റഡ് H2SO4, അതായത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കുന്നു. H2SO4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? H2 ഇങ്ങനെ ഒരു കെമിക്കൽ H2S2O7, അതായത് SO3യും H2SO4 കോൺസെൻട്രേറ്റ് H2SO4 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഇത് H2S2O7. ഇതിന്റെ പറയുന്ന പേരാണ് ഒലിയം. എന്താണ്? ഒലിയം നല്ല പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി എന്താണ് ചെയ്യുന്നത്? The product thus formed is known as oleum. ഇപ്പൊ കിട്ടിയ നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഒലിയം. Sulfuric acid is produced by dissolving oleum in water. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? H2S2O7 പ്ലസ് ഇതിനോട് എന്ത് ആഡ് ചെയ്യുന്നു? H2O. H2 എന്താണ്?
വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? 2H2SO4. നമുക്കിവിടെ കിട്ടിയ എന്താണ്? ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം സൾഫർ പ്ലസ് ഓക്സിജൻ ബേൺ ചെയ്തപ്പോൾ SO2 കിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു? 2SO2 പ്ലസ് O2 ഓക്സൈഡ് ബോൺ ചെയ്ത് എത്രയാണ്? 450 ഡിഗ്രി സെൽഷ്യസിൽ വനേഡിയം പെന്റോക്സൈഡിന് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് 2SO3 ഫോം ചെയ്യിപ്പിച്ചു. അതിനുശേഷം SO3 പ്ലസ് H2SO4 അത് കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് SO3 ആഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? H2S2O, അതായത് ഒലിയം എന്നൊരു പ്രോഡക്റ്റ് കിട്ടി. ഇപ്പൊ കിട്ടിയ ഒലിയത്തിനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും വെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് H2Oയിലോട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? H2SO4 കിട്ടി. ഓക്കെ, ഇവിടെ നമ്മൾ ഒലിയത്തിലേക്കാണ് H2O ആഡ് ചെയ്തത്, വാട്ടർ ആഡ് ചെയ്ത്. ഇവിടെ നമ്മളോട് ചോദിക്കുകയാണ് സൾഫ്യൂരിക് ആസിഡ് is formed also by the direct dissolution of sulfur trioxide in water. Still, sulfur trioxide is not directly dissolved in water. ഇവിടെ നമ്മൾ ചെയ്തത് ഒലിയത്തിൻ്റെ കൂടെയാണ് H2 ആഡ് ചെയ്തത്. എന്തുകൊണ്ടാണ്? SO3 H2O ആഡ് ചെയ്യാഞ്ഞെന്ന്. അതിനാൽ is formed also by the direct dissolution of sulfur trioxide in water. Still, sulfur trioxide is not directly dissolved in water. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സൾഫർ ട്രൈഓക്സൈഡ് എവിടെയാണ് വാട്ടറിൽ ആഡ് ചെയ്തത്? വാട്ടർ നേരിട്ട് ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. H2S2O അതായത് ഒലിയമാക്കി മാറ്റിയതിന് ശേഷമാണ് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് H2SO4 ഫോം ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് സൾഫർ ട്രൈഓക്സൈഡിലേക്ക് നേരിട്ട് വാട്ടർ ആഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? The dissolution of sulfur trioxide in water is an exothermic process. എന്താണ്? നമുക്കറിയാം എക്സോതെർമിക് പ്രോസസ് എന്താണ്? ഹീറ്റ് പുറന്തള്ളുന്ന പ്രോസസ്സാണ് എക്സോതെർമിക് പ്രോസസ്സ്. ഇങ്ങനെ നമ്മൾ ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് നന്നായിട്ട് ഹീറ്റ് പുറന്തള്ളുക, അതായത് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ തെറിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് exothermic process ആയതുകൊണ്ടും it may turn sulfuric acid initially formed into fine fog-like particles. നമ്മളിത് ഫോം ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഫോം ആകാതെ ഒരു fog-like particles ആയിട്ട് അതിലേക്ക് കാണപ്പെടുന്നു. which will hinder further dissolution. ഇത് നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് ഫോം ചെയ്യുന്നില്ല, ക്ലിയർ ആയിട്ട് സൊല്യൂഷൻ ആയിട്ട് ഫോം ചെയ്യുന്നില്ല, ഫോം ചെയ്യുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു റീസൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എവിടെ ആഡ് ചെയ്യുന്നത്? ഒലിയത്തിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് H2SO4 ഫോം ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട്. നമുക്കിവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ഫ്ലോ ചാർട്ട് വന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? സൾഫർ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണ്ടായിരുന്നു. നമ്മൾ സൾഫറിന് ഓക്സൈഡ് കമ്പൈൻ ചെയ്ത് ബേൺ ചെയ്തായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? SO2 കിട്ടുന്നു. ഈ SO2യുടെ ഓക്സിജന്റെ പ്രസൻസിൽ 450 ഡിഗ്രി സെൽഷ്യസിൽ വനേഡിയം പെന്റോക്സൈഡ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്കപ്പോൾ എന്ത് കിട്ടി? SO3 കിട്ടി. SO3 നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ അതേ റീസൺ, SO3യിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഒലിയം കിട്ടുന്നു അല്ലേ? എന്താണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല? H2S2O7. അതിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? വാട്ടർ ആഡ് ചെയ്ത് H2O ആഡ് ചെയ്ത് നമുക്കപ്പോൾ എന്ത് കിട്ടുന്നു? H2SO4, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നു. ഇതാണ് കോണ്ടാക്ട് പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട്. എന്നിട്ട് പറയാം, സൾഫറിനെ ഓക്സൈഡ് ബേൺ ചെയ്ത് നമുക്ക് SO2 കിട്ടുന്നു. SO2-ൽ O2-ന്റെ പ്രസൻസിൽ 450 ഡിഗ്രി സെൽഷ്യസിൽ വനേഡിയം പെന്റോക്സൈഡ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടി? SO3 കിട്ടി. ഈ SO3-ൽ നമ്മൾ H2SO4 കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുമ്പോൾ ഒലിയം കിട്ടുന്നു, H2S2O7. അതിലേക്ക് H2 ആഡ് ചെയ്തുകൊണ്ട് H2SO4 ഫോം ചെയ്യിപ്പിക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്.
നോക്കാനുള്ളത് H2SO4 ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. എന്തൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണെന്നുള്ളത്? ഇറ്റ് ഈസ് കളർലെസ്. നമുക്കറിയാം H2SO4 കളറില്ലാത്ത ഒരു പച്ചവെള്ളം പോലത്തെ ഒരു സൊല്യൂഷൻ ആണ്. കളർലെസ്. കമ്പാരിറ്റീവ്ലി ഹൈ വിസ്കോസിറ്റി. ഹൈ വിസ്കോസിറ്റി ഉണ്ട്. ഹൈലി കൊറോസീവ്. ഡെൻസർ ദാൻ വാട്ടർ. ഡിസോൾവ്സ് ഇൻ വാട്ടർ. വാട്ടറിൽ ലയിച്ച് ചേരാനുള്ള കഴിവുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറൊക്കെയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ തന്നെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.